Hi friends, good morning. Have a fantastic positive day. Praise our God. യെസ്, ഞാനിങ്ങനെ ഇന്നലെ നമ്മുടെ ഒരു വീഡിയോ ചെയ്തു. അതിനെപ്പറ്റി ഒത്തിരി കമൻറ്റുകൾ വന്നു. ഒത്തിരി അതിൻ്റെ എക്സ്പ്ലനേഷൻസൊക്കെ ചോദിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷമായി. നമ്മളെ ഏതൊരു പ്രവൃത്തിക്കും അതിനൊരു ഫലം ഉണ്ടാകും അല്ലേ? ഫലം ശ്രദ്ധിക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷം വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ മയക്കുമരുന്നും അതുമായി ബന്ധപ്പെട്ട് കാലാനുസരണം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും നമ്മുടെ യുവതിയുവാക്കൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ നമ്മുടെ കൗമാരക്കാരെയും കുട്ടികളെയൊക്കെ വിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ കൗമാരക്കാരും കുട്ടികളും അതിൻ്റെ ഭാഗമാണെന്ന് ഒരു 6-7 വർഷമായി 5ാം ക്ലാസ്സുകാരനെ ഡ്രഗുമായിട്ട് പിടിക്കുന്നു, 3ാം ക്ലാസ്സുകാരൻ്റെ ബാഗിൽ നിന്ന് ഡ്രഗ് പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകളുണ്ട്. പക്ഷേ ഇത്രയും തള്ളിക്കയറ്റില്ല. ഇപ്പം തുഫാൻ അങ്ങോട്ട് സ്ട്രോങ് ആയപ്പോഴാണല്ലോ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പുറത്തു വന്നത്. പിന്നെ അതിൻ്റെ പ്രതിഫലനം റിസൾട്ടുണ്ട്. ഏത് കാര്യത്തിലും റിസൾട്ടുണ്ട്. നമ്മൾ അശ്രദ്ധമായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ആവശ്യത്തിന് ഇതൊക്കെ ഉപയോഗിച്ച് മുറികളിലിരുന്നപ്പം അത് നമ്മളറിഞ്ഞില്ല. പക്ഷെ അവരതിൻ്റെ പ്രതിഫലനം പ്രകടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളറിഞ്ഞത്. അപ്പോൾ പെൺകുട്ടിയോട് യഥാസമയം വീട്ടിൽ വരണം, പഠിക്കണം, കറങ്ങി നടക്കരുതെന്നൊക്കെ പറഞ്ഞ ഒരു ഗ്രാൻഡ് പായയാണ് അവൾ കൊട്ടേഷൻ കൊടുത്തതല്ലേ. എന്നുവെച്ചാൽ അത് ആ കുട്ടിയെ നമ്മൾ കാണാം, കുട്ടിയായിട്ട് തന്നെ നമുക്ക് കാണാം. ആ കുട്ടിയിൽ പ്രവേശിച്ച് പ്രവർത്തിച്ച പിശാചിനെയാണ്, ഡ്രഗ് എന്ന പിശാചിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത് വായിച്ചു. അപ്പോൾ അതിൽ കണ്ടത്, നിങ്ങളൊരു മത്സ്യക്കടയിൽ പോയി നിൽക്കുക മണിക്കൂറുകളോളം, നിങ്ങളൊരു മത്സ്യത്തെ തൊടുന്നു പോലുമില്ല. അത് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ മത്സ്യത്തിൻ്റെ മണം വരും. ഒരു പെർഫ്യൂം കടയിൽ നിൽക്കുകയാണെങ്കിൽ പെർഫ്യൂമിൻ്റെ മണം വരും. നിങ്ങൾ നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന പോസിറ്റീവ് ആളുകളുടെ കൂടെ നടന്നാൽ നിങ്ങളും ഗ്രാജുവലി പോസിറ്റീവായിട്ട് മാറും. നിങ്ങൾ നെഗറ്റീവ് ആളുകളോട് എപ്പോഴും തർക്കിക്കുക, കുറ്റം പറയുക, മ്ലേച്ഛമായി സംസാരിക്കുന്നവർ ക്രമേണ നിങ്ങളും ആ സ്വഭാവത്തിലേക്ക് വരും. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടൊരു കാര്യമാണ്, രഹസ്യമാണ്. ഞാൻ മദ്യപിക്കത്തില്ല, പുകവലിക്കത്തില്ല. ഒരു 20 വർഷത്തോളമായിട്ട് അതിന് മുമ്പൊക്കെ മദ്യപിക്കായിരുന്നു. പക്ഷെ സ്വാഭാവികമായും എനിക്ക് ഈ മദ്യപിച്ചവരടുത്തിരിക്കുന്നത് ഭയങ്കര അലർജി. അതുപോലെ പുകവലിക്കുന്നവരടുത്ത് വന്ന് എനിക്ക് ഭയങ്കര ശവക്കാനം വരും. ഞാനിത് പറയും, എൻ്റെ ഫ്രണ്ട്സിനോട് പറയും. അപ്പോൾ അവർ ദൂരെ മാറിയിരിക്കും, ക്ലബിലൊക്കെ ആണെങ്കിൽ മാറിയിരിക്കും, പുകവലിച്ചിട്ട് വരികയില്ല. മദ്യപിച്ചിട്ട് സാറിന് ഇഷ്ടമല്ല, മാറി നിൽക്കും. ഈ പറയുന്ന ആൾ സാറിന് ഞാൻ പറയുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ അവർ വലിയ എൻജിനീയറും കമ്പനി ഉടമകളുമാണ്, അതോർത്താണ്. പക്ഷേ ക്രമേണ അവരിലും ഈ ദുശ്ശീലം മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് തന്നെ അത്ഭുതം. 3-4 വർഷങ്ങളായി ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പായി കഴിയുമ്പോൾ മദ്യപാനം വേണ്ട, ഇത് വേണ്ട, വീട്ടിൽ കുപ്പിയിരിപ്പോഴും എനിക്ക് വേണം, ഞാൻ കുടിക്കുന്നില്ല, ഞാൻ പുകവലിക്കുന്നില്ല. അതിൻ്റെ ദൂഷ്യവശങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും. ഈ പുകവലിയുടെ വാട്ട് നാസ്റ്റി പ്രോഡക്റ്റ് ഇറ്റ് ഈസ് അവർ തന്നെ പറയുന്നത് കേൾക്കാം. ഒരാൾ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കൂ. എന്നുവെച്ചാൽ 4000 സെൽഷ്യസ് ചൂടാണ് അങ്ങോട്ട് ഉള്ളിലോട്ട് കയറ്റി വിടുന്നത്. അതിൽ നിന്ന് ലങ്സിൻ്റെ പാർശ്വഭിത്തികളെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഒരു അറ്റാക്കാണ്. അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പെയിൻ ഉണ്ടല്ലോ, ആ പെയിനാണ് ഇവൻ്റെ ലഹരി. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിക്കും ആരെങ്കിലും. ഇതറിയാവുന്ന ആരെങ്കിലും വലിക്കുമോ? അല്ലെങ്കിൽ മദ്യം കുടിക്കുമോ? അവൻ്റെ പ്രജ്ഞയെ നശിപ്പിച്ചിട്ട് ഇപ്പോൾ എനിക്ക് 10 ലക്ഷം രൂപ കടമുണ്ട്, എന്നെ അതിൻ്റെ ആളുകൾ വിളിച്ച് ശല്യപ്പെടുന്നു. ശരിയാണ്, ഇത് രക്ഷപ്പെടാൻ എൻ്റെ ഒരു 10-15,000 രൂപ ഇരിപ്പുണ്ട്. ഞാൻ അതിൽ നിന്നൊരു ബാറിൽ പോയി 4 എണ്ണം അടിച്ചാലോ, ഒരു ബീഫ് ഫ്രൈയും ഒരു പൊറോട്ടയും കൂടെ മേടിച്ചിരുന്നാലോ? നമ്മളിന്ന് ചിന്തിക്കുമോ എങ്ങനെ സോൾവ് ചെയ്യാം? ഈ മദ്യ ചിന്തിപ്പിക്കുന്നത്. അവസാനം വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ ഇതങ്ങ് പോകും. പിറ്റേ ദിവസം രാവിലെ ഫോൺ കോൾ വരുമ്പോഴേ കടം തീർന്നില്ല, തലേദിവസം തീർത്താണല്ലോ, തീരുമോ? ഇല്ല. മറിച്ച് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിനെ രക്ഷപ്പെടാൻ ശ്രമിക്കണം. മദ്യപാനം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നൊരു കാര്യമല്ല. അത് ചുമ്മാ താൽക്കാലികമാണ്. റമ്മ കാശ് കൊടുത്ത് വാങ്ങിച്ചു കുടിക്കുന്നത് 2 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ഇടപാട് തരും.
നിങ്ങൾ ബ്രാൻഡിയാണ് വാങ്ങിച്ച് കുടിക്കുന്നതെങ്കിൽ 4 മണിക്കൂർ 5 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ഇടപാട് തീരും. നിങ്ങൾ വിസ്കിയാണ് കുടിക്കുന്നതെങ്കിൽ അത് 7 മുതൽ 8 മണിക്കൂർ വരെ നിൽക്കും. അത് കഴിഞ്ഞാൽ നിങ്ങളൊരു സാധാരണ മനുഷ്യനായി മാറും. തുടരെ നിങ്ങളൊരു രോഗിയായി മാറും. അല്ലാതെ നിങ്ങളുടെ കടബാധ്യതയിൽ നിന്നോ നിങ്ങളുടെ കമ്പനിയുടെ ലോസിൽ നിന്നോ കമ്പനിയുടെ വരുമാനം കുറഞ്ഞത് കൂട്ടാൻ ഇതൊന്നും സഹായിക്കത്തില്ല. മറിച്ച് ബുദ്ധിപൂർവ്വം ഒരു കമ്പനി നടത്തുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ടാണ് ലോസ് വരുന്നത് ആലോചിക്കാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് റോ മെറ്റീരിയൽ പർച്ചേസിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? 40,000 രൂപയുടെ സാധനം പേശിയാൽ 30,000 രൂപയ്ക്ക് കിട്ടുമോ? തമിഴ്നാട്ടിൽ 40,000 രൂപയ്ക്ക് നമ്മൾ വരുത്തുകയാണ്, അത് മഹാരാഷ്ട്രയിൽ നിന്ന് 25,000 കിട്ടുമോ? അല്ലെങ്കിൽ ആ റോ മെറ്റീരിയൽ ചണ്ഡീഗഡിൽ ചെന്നാൽ അവിടുത്തെ ഈ പൊളിച്ചു നീക്കിയ കമ്പനികളിൽ നിന്ന് ഈ സാധനം വില കുറച്ച് കിട്ടുമോ? ഇങ്ങനെ ചിന്തിക്കണം. അതിലൂടെ റോ മെറ്റീരിയൽസിൻ്റെ പൈസ കുറയ്ക്കണം. അപ്പോൾ ലാഭം കൂടും. പിന്നെ രണ്ടാമത്, നമ്മുടെ പർച്ചേസ് മാനേജേഴ്സ് എന്തെങ്കിലും ലൂട്ട് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ചോർന്ന് പോകുന്നുണ്ടോ എന്ന് നോക്കണം. അത് കൺട്രോൾ ചെയ്യാം. ഭയങ്കര ലൂട്ടേഴ്സിനെ പറഞ്ഞു വിട്ടേക്കണം. പിന്നെ നന്നാക്കിയാൽ കാലേ വീഴും കരയും, ഒരു കാര്യമില്ല. അതൊരു രോഗമാണ്, അത് മാറത്തില്ല. സെൻഡ് ദം ഔട്ട് അറ്റ് വൺസ്. അതാണൊരു കാര്യം. പിന്നെ നമ്മുടെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം, ബിഹേവിയർ ഒരു കസ്റ്റമറെ കിങ്ങായിട്ട് കാണുന്നുണ്ടോ, കസ്റ്റമറോട് മര്യാദയ്ക്ക് പെരുമാറുന്നുണ്ടോ, ഇവൻ്റെ വീട്ടിലെയും ഇവൻ്റെ കുടുംബത്തെയും ദേഷ്യം അവരുടെ അടുത്ത് പ്രകടിപ്പിക്കുന്നുണ്ടോ ചെക്ക് ചെയ്യണം. ഇങ്ങനെ A to C ചെക്ക് ചെയ്താലോ അവന് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. അല്ലാതെ പോയി ബാറിൽ പോയി നടന്നടിച്ചാൽ തീരുമോ? എൻ്റെ കടയിരിക്കുന്ന സ്ഥലം ഗവൺമെൻറ് എടുക്കാൻ പോവുക, സർവേക്കാർ കല്ലിട്ടു നമ്പറിട്ടു, വെള്ളമടിക്കാണോ ചെയ്യേണ്ടത്? അപ്പോൾ ആ മുറി പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ ആർജിക്കാൻ എങ്ങനെ പറ്റും? നമുക്ക് കിട്ടുന്ന ഹ്യൂജ് കോമ്പൻസേഷൻ ഉപയോഗിച്ച് നമുക്ക് വേറൊരു സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ചിന്തിക്കുക. അല്ല മദ്യത്തിൻ്റെ പുറകെയും പുകവലിയുടെ പുറകെയൊന്നും അല്ല, ഒരു പുകവലിച്ചങ്ങ് കൂട്ടുക. അതുകൊണ്ട് നീ നശിക്കുമെന്നല്ലാതെ നിൻ്റെ പ്രശ്നങ്ങൾ നശിക്കില്ല. ഒരിക്കൽ ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പം ഒരു വലിയ പണക്കാരന് പഞ്ചായത്തിന് കിട്ടാനുള്ള പൈസ കിട്ടാത്ത നമ്മൾ നോട്ടീസ് കൊടുത്തു. എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് തോന്നുന്നു. ഇതിൻ്റെ ഞാൻ തട്ടുന്നവനാ, ഗുണ്ടയാ. കാരണം ഷാപ്പൊക്കെ നടത്തി കാശുണ്ടാക്കിയവനാ. ഞാൻ ചെയ്ത നിങ്ങൾ എന്നെ തട്ടിയാലേ എന്നേക്കാൾ മിടുക്കനായ ഒരു ഓഫീസർ 2-3 ദിവസം ഇവിടെ കാസർഗോഡും കണ്ണൂരും കിടക്കുന്ന ഞങ്ങളുടെ മിടുക്കന്മാരായ ഓഫീസറുണ്ട്. ഇവിടെ വേക്കൻസി വന്നാൽ അവരോട് വരും. ഞാൻ ചത്തു എൻ്റെ കുട്ടികൾക്ക് പോയി, അല്ലാതെ തൻ്റെ കാര്യം നടക്കത്തില്ല. എഗെയിൻ നോട്ടീസ് വരും, താൻ അടയ്ക്കേണ്ടിയും വരും എന്ന് പറഞ്ഞു. ഇങ്ങനെ കുറേ നേരമായി ബൈക്കും ബോധ്യപ്പെടും. ശരിയാണ്, പഞ്ചായത്ത് സെക്രട്ടറിക്കല്ലല്ലോ ഈ ടാക്സ്, ഇത് പഞ്ചായത്തിൻ്റെ പൈസയല്ലേ. എന്നെ കൊന്നാൽ എന്താ? എന്നേക്കാൾ മിടുക്കനായ ഒരു ഓഫീസർ അവിടെ വരും, ഇതിലും കുപിതനായി നോട്ടീസുമായിട്ട് വരും, പോലീസുമായിട്ട് വരും, എന്നെ പിടിച്ച് പുറത്തിറക്കും. എന്നെ കൊന്നെന്ന് വെച്ചോ, ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ ഇളകത്തില്ലേ? പിന്നെ അവിടെ തന്നെ നിർത്തുമോ? ഒരു 2 മണിക്കൂറിനോട് ദേഷ്യപ്പെട്ട ആൾ പിന്നെ അനിയൻ്റെ കല്യാണക്കുറിയും തന്നാണ് പോയത്, സ്നേഹമായിട്ട്. 1 മാസത്തിനകം പൈസ കൂടെ അടയ്ക്കുകയും ചെയ്തു. വേണ്ട, അന്നത്തെ കാലത്ത് 7-10 ലക്ഷം ഉള്ളായിരുന്നു, അങ്ങ് അടച്ചു. അല്ല ഒരു സെക്രട്ടറിയെ കൊന്നിട്ട് എന്ത് കിട്ടാൻ? ഞാൻ പറഞ്ഞത്, നമ്മൾ ശാന്തമായി ആലോചിച്ച് പ്രശ്നങ്ങളെ തരണം ചെയ്യണം. അല്ലാതെ മദ്യപാനമോ പുകവലിയോ കൊണ്ട് അത് സാധിക്കത്തില്ല, അത് ഓർത്തുകൊള്ളുക. പിന്നെ കഴിയുമെങ്കിൽ മദ്യപിക്കാതിരിക്കുക, പുകവലിക്കാതിരിക്കുക. എത്ര 1000 രൂപ ലാഭമെന്നറിയോ? അതോടൊപ്പം ഒരു ശകലം നടക്കുക, ശകലം എക്സസൈസ് ചെയ്യുക, വെറുതെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഒത്തിരി ഭക്ഷണം കഴിക്കാതിരിക്കുക, ജപ്പാൻകാരെ പോലെ പകുതി വയറ് കഴിക്കുക. എത്ര ലക്ഷം രൂപ ലാഭമെന്നറിയോ? ആശുപത്രിയുടെ പടിവാതിൽ കാണത്തില്ല. നിങ്ങൾക്ക് അസുഖം ഉണ്ടെന്നിരിക്കരുത്, ഡയബറ്റിക് പ്രശ്നമാണ്, ഇങ്ങനെ ചെയ്താൽ അതെല്ലാം മാറിപ്പോകും. നിങ്ങൾ നടക്കണം, എക്സസൈസ് ചെയ്യണം, ഭക്ഷണം നിയന്ത്രിക്കണം, മദ്യപിക്കാതിരിക്കുക, നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഒറ്റ അസുഖം നിങ്ങളുടെ അടുത്തൂടെ പോലും പോകത്തില്ല. എത്ര ലക്ഷം രൂപ ലാഭം? ആ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതമെടുത്ത് കുഞ്ഞുങ്ങളെയും കൂട്ടി വർഷത്തിലൊരിക്കൽ വലിയ ദൂരമൊന്നും വേണ്ട, ഊട്ടി, കൊടൈക്കനാൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയി 2 ദിവസം ഓണാഘോഷ സമയത്ത് താമസിക്കുക, കന്യാകുമാരി പോയി താമസിക്കുക. എത്ര സന്തോഷമാണ്! അങ്ങനെ ആ ലഹരിയിൽ നമ്മൾ സന്തോഷിക്കാൻ പഠിക്കണം. യെസ്, അപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ബുദ്ധിപൂർവമുള്ള പെരുമാറ്റം, പ്രവർത്തനം, അതാണ് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കുക. നിങ്ങളെ സഹായിക്കാൻ പറ്റിയ 1-1 ഫ്രണ്ട്സ് ഉണ്ട്. നിങ്ങൾ അവരോട് നീ കാര്യം പറയില്ല, രഹസ്യമാക്കി വെച്ചിരിക്കുക. എടാവേ എനിക്കിങ്ങനെ തട്ടുകേട് പറ്റി,
അടിയന്തരമായിട്ട് ഇങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ 10 പേരോട് പറഞ്ഞാൽ 9 പേരും കൈമല്ല, അയ്യോ എന്നാ ചെയ്യാനാ, കൊച്ചിൻ്റെ ചികിത്സ ഞാൻ മാറ്റി വെച്ചിരിക്കുകയെന്ന് പറയും. പക്ഷെ 10-മനൊരുത്തനുണ്ട്. ആ 10-മൻ പറയും, എടാ നിനക്ക് എത്ര ഇട വേണ്ടേ, എനിക്കിപ്പോൾ തൽക്കാലം ഒരു 4 അടച്ചാൽ നിൽക്കാം, അതിനെന്താടാ ഞാൻ തരാം, നീ ഉണ്ടാകുമ്പോൾ തന്നാൽ മതി, ഞാനിത് കെട്ടിപ്പിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ തരുന്നവരുമുണ്ട്. ഞാനത് കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞു ഒരു സംഭവം. ഒരു പെൺകുട്ടി വിദേശത്ത് പോകാനായിട്ട് ലോൺ ശരിയാകാതിരുന്നപ്പം വീട്ടിൽ അതിഥിയായിട്ട് വന്ന ഒരാൾ, സാധാരണക്കാർ വീട്ടിൽ വന്നതാണ്. അപ്പോൾ അവർ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു, പുള്ളി കേട്ടു, പ്രാർത്ഥിച്ചൊക്കെ പോയി. പിറ്റേ ദിവസം വിളിച്ചു, നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അറൗണ്ട് 30 lakhs അത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോള് ജോലി കിട്ടിക്കഴിഞ്ഞ് കൊടുത്താൽ മതി, തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആളുകളുണ്ട് ഈ ലോകത്ത്. അപ്പം നിങ്ങൾ പ്രശ്നങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കി അവസാനം എല്ലാം കൂടെ വിഷമടിക്കാൻ നിൽക്കരുത്. നിങ്ങളെ സഹായിക്കാൻ പറ്റിയ ആളുകൾ രാജ്യത്ത് ഇഷ്ടംപോലെ ഉണ്ട്. ഇനി അപ്പൻ ചാകാൻ പോകും, അമ്മയാകുമ്പോൾ കുഞ്ഞുങ്ങളെ എല്ലാത്തിനും കുഞ്ഞുങ്ങളെ നോക്കാൻ ഇവിടെ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. ഭരണഘടനാപരമായി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യതയുണ്ട്. അവർ നോക്കിക്കോളും. നിങ്ങൾ കുഞ്ഞുങ്ങളെയും കൂടെ കൊല്ലേണ്ട കാര്യമില്ല, ആത്മഹത്യ ചെയ്യേണ്ടതേ കാര്യമില്ല. പറയുക കുഞ്ഞുങ്ങളുടെ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസം ഇപ്പോൾ അത് ഗ്രാജുവേറ്റ് ആക്കിയെന്ന് തോന്നുന്നു. ഉമ്മൻചാണ്ടി പോകുമ്പോൾ അങ്ങനെ ആക്കി. അതോ ഇനി കേരദോഷമാണെന്ന് അറിയത്തില്ല. ഗ്രാജുവേഷൻ വരെ കമ്പൽസറി നമുക്കത് സൗജന്യമാണ്. അവർ കുഞ്ഞുങ്ങളെ അവർ നോക്കിക്കോളും. ഭക്ഷണം അപ്പവും ബ്രെഡും ഒക്കെ കൊടുത്ത് അവർ നോക്കിക്കോളും. നീ അറിയാൻ മേലാത്തവർ ചാവുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെന്ത് ചെയ്യും, ഞങ്ങൾ ചത്താൽ അവരും കൂടെ കൊണ്ടുപോകും. നല്ല കാര്യമുണ്ട്. നിങ്ങൾക്ക് അത്ര നിർബന്ധം നിങ്ങളൊക്കെ ചത്തോതി, ഇതിനെ പിള്ളേരെ അതിൻ്റെ കൂടെ കൊണ്ടുപോകും. പിന്നെ നിങ്ങളെന്താ ചത്തിട്ടിൻ്റെ കാര്യം? ചുമ്മാ ദുരഭിമാനം. നിങ്ങൾ ചത്തു കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ നിങ്ങളെ ദുഷിക്കത്തല്ലേ ഉള്ളൂ. അതിൽ നല്ല ജീവിച്ചിട്ട് കാണിച്ചു കൊടുക്കണം. ഞാൻ വിജയിക്കും, ഞാൻ വിജയിച്ച് കാണിച്ചു തരാമെന്ന് പറയണം. അല്ലാതെ നിങ്ങളിപ്പം ഒരു പ്രൊഫസറാണ്, നിങ്ങളുടെ ജോലി പോയി, വരുമാനമില്ല, വീട്ടിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ വരുമാനം ഉണ്ടാവുമോ? നിങ്ങൾ പുറത്തോട്ടിറങ്ങണം. ആളുകൾക്ക് പല ആവശ്യമുണ്ട്, ചിലർക്ക് എഴുത്ത് ആവശ്യമുണ്ട്, ചെറിയ ജോലികൾ. അങ്ങനെ ദുരഭിമാനം വിട്ടാൽ തന്നെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബ്രെഡായിരിക്കണം നിങ്ങളുടെ മുമ്പിൽ, അല്ല വിഷമല്ല. ആ ബ്രെഡിന് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. കൂലിപ്പണിയാണ് എടുക്കണം. വൈകുന്നേരം ആകുമ്പോൾ 1200 രൂപ കൈ കിട്ടത്തില്ലേ? 10 ദിവസമാകുമ്പോൾ എത്രയായി? 11,000 എത്ര? 1200, 12,000 രൂപയില്ലേ? ചെറിയ കാര്യമാണോ? അങ്ങനെ ചിന്തിക്കണം. ഫൈറ്റ് അഗെയിൻ ഫൈറ്റ്. ഓക്കെ. അപ്പം നമുക്ക് ഈ സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാവരും ചേരണം. ഭരണകക്ഷി പ്രതിപക്ഷം ഒന്നുമില്ല, ജാതി മതമൊന്നുമില്ല. നമ്മളെല്ലാം ഇതല്ലെങ്കിൽ ഇന്നലെ നാളെ നിങ്ങൾക്കെതിരെയും കൊട്ടേഷൻ വരും. നിങ്ങളുടെ കൊച്ചുമോൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കാശൊക്കെ ഉണ്ട്, ആലപ്പുഴയിലെ പോലെ അത്ര മോശക്കാരനല്ല, ഇച്ചിരി ഉണ്ട്. നിങ്ങൾക്കെതിരെ പെട്ടെന്ന് വരും കൊട്ടേഷൻ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, കുടുംബത്തെ സ്നേഹിക്കുക, ഗവൺമെൻറ്റിനെ സ്നേഹിക്കുക, പ്രതിപക്ഷത്തെ സ്നേഹിക്കുക. നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ മയക്കുമരുന്ന് ലോബിയെ തല്ലി ഓടിക്കുക. കേരളത്തിൻ്റെ അതിർത്തി അയ്യോ വേണ്ട, നോ, കേരളം നമുക്ക് പറ്റിയ സ്ഥലമല്ല എന്ന് ഈ വൃത്തികെട്ടവന്മാരെ കൊണ്ട് പറയിപ്പിക്കണം. അയ്യോ അവിടെ ഡ്രഗും കൂടി എന്നാൽ അവിടെ കുഞ്ഞുങ്ങൾ പോലും തൊഴിക്കുമെന്ന് അവന്മാരെ കാണിച്ചു കൊടുക്കണം. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകണം. മയക്കുമരുന്നും പുകവലിയും മദ്യപാനവും അതിനെതിരെ പോരാടണം. ഞാൻ മദ്യപിക്കത്തില്ല എന്ന് വിചാരം നിങ്ങളെ മദ്യപിക്കാൻ വരുന്നത്, ഞാൻ പുകവലിക്കില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യമൊക്കെ ചെറിയ തോന്നലൊക്കെ ഉണ്ട്. അതൊക്കെ അത്രേ ഉള്ളൂ. നിങ്ങൾ ശക്തമായി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക. ദിവസവും രാവിലെ എഴുന്നേറ്റ് പറയുക, ഇല്ല ഞാൻ കുടിക്കില്ല, ഞാൻ മദ്യപിക്കില്ല, ഞാൻ പുകവലിക്കില്ല, ഞാൻ ഡ്രഗ് എടുക്കില്ല. ഒരു 5 പ്രാവശ്യം ഡെയിലി പറഞ്ഞ് ഞാൻ മുറിയിൽ നിങ്ങളുടെ മുറിയുടെ കഥ അടച്ചിട്ടിട്ട് ഒച്ചയെ പറഞ്ഞ് നിങ്ങളത് 20 ദിവസം ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെട്ടു. 50 ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പെർമനൻ്റായിട്ട് രക്ഷപ്പെട്ടു. മനസ്സിലായി? 20 ദിവസം ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞാൽ ഹാബിറ്റാകും. രാവിലെ ആടി എഴുന്നേറ്റിട്ട് പറയുകയാണ്, ഇല്ല ഞാൻ മദ്യപിക്കില്ല, എൻ്റെ ഏത് കൂട്ടുകാരൻ വന്ന് വിളിച്ചാലും ഞാൻ മദ്യപിക്കില്ല. 3-5 പ്രാവശ്യം പറഞ്ഞ് ഡെയിലി നിങ്ങളത് ചെയ്യത്തില്ല, അത് ഹാബിറ്റായി മാറി. അതുപോലെ ഏത് കാര്യവും. അപ്പം നമുക്ക് ഒന്നിച്ച് പോകാം ഈ സുന്ദരമായ ലോകത്ത്. ഇതിനെ ചുറ്റുന്ന ഈ പക്ഷികളൊക്കെ ഇങ്ങനെ കാണാൻ പറഞ്ഞു, ആമ്പൽക്കുട്ടൊക്കെ കണ്ട ചിലപ്പോൾ ഈ വെളുപ്പിന് കിടന്നുറങ്ങാതെ അതൊക്കെ കാണണം. ഒരു 10-10 ആകുമ്പോൾ കിടന്നുറങ്ങും. ഈ രാജ്യത്തെ ന്യൂസും കണ്ട്
ചിലർ രാവിലെ തൊട്ട് വൈകുന്നേരം എന്നെ കുന്തമാണ് ന്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ? അറിവ് കിട്ടും. അതിന് നിങ്ങൾ മോർണിംഗിൽ ഒരു മിഡ് ഡേയിൽ നൈറ്റിലൊക്കെ കാണുക, കുറച്ച് നേരം, ഒരു 15-45 മിനിറ്റ് കൂടുതൽ കാണരുത് ന്യൂസ് ഒരു ദിവസം. അത് തന്നെ കൂടുതലാണ്. ഞാൻ പിന്നെ നിങ്ങളുടെ ഭ്രാന്ത് കൊണ്ട് കയറ്റി വെച്ചാൽ ഞാൻ 5 മിനിറ്റ് വെച്ചേ എടുക്കാറുള്ളൂ ന്യൂസ്. പിന്നെ നമ്മൾ റിസർച്ച് നടത്തും. അത് നമ്മൾ ഓരോരോ മേഖല, മെഡിക്കൽ മേഖല, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മേഖല, അല്ലെങ്കിൽ സോഷ്യൽ മേഖല, അങ്ങനെയൊക്കെയുള്ളത് നോക്കും, റിസർച്ച് ചെയ്യുന്നല്ലാതെ ന്യൂസും കണ്ടുകൊണ്ടിരിക്കും. എല്ലാവരുടെയും വേർഷൻ അവൻ്റെ മുതലാളി പറയുന്നതൊക്കെ നമ്മളെ പറഞ്ഞ് കേൾപ്പിക്കുക. ഇന്ത്യയിലെ ഭൂരിപക്ഷം സംഭവം ഇന്ത്യയിലെ ഭരണകക്ഷി ബന്ധപ്പെട്ട ആളുകളുടെ ചാനലുകളാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന അവർക്ക് ഗുണമുള്ള കാര്യം നമ്മുടെ സത്യമായിരിക്കണമെന്നില്ല. അപ്പം നമ്മളെ മുന്നിട്ടിറങ്ങി അതൊക്കെ തപ്പി കണ്ടുപിടിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഫാന്റാസ്റ്റിക് പോസിറ്റീവ് ഡേ, പ്രൈസ് അവർ ഗോഡ്, താങ്ക് യു. ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ, സൈമൺ വർഗീസ് ഫേസ്ബുക്ക്, സൈമൺ വർഗീസ് ഇൻസ്റ്റാഗ്രാം വെൽക്കംസ് യു. അത്യാവശ്യം ഫോളോ ചെയ്തും എൻ്റെ ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും എന്നെയും കൂടെ കൂട്ടണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.